സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. കടമാണ്. കടം വാങ്ങാനുള്ളതാണ്. അല്ലാതെ കടം വാങ്ങിക്കില്ല എന്ന് പറയുന്ന ഏർപ്പാടൊന്നും ശരിയല്ല. കാരണം നമുക്ക് മുന്നോട്ട് നീങ്ങണമെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ കൃത്യമായിട്ട് സാമ്പത്തികമൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പിന്നെ കടം വാങ്ങിക്കാം. കാരണം എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് വീട്ടാനുള്ളതിനല്ലേ. സുഹൃത്തുക്കളെ, PD സതീശ മേനോൻ ഗവൺമെൻറ് അധികാരത്തിലേറി 2 മാസം കഴിഞ്ഞപ്പോഴേക്കും UDF സർക്കാരിൻ്റെ കടമെടുപ്പ് 10,000 കോടി കടന്നു എന്നാണ് പറയുന്നത്. വെറും 2 മാസം കൊണ്ട് 10,000 കോടി കടന്നു. ഇനിയും 12,600 കോടി കൂടി കടമെടുക്കണമെന്നാണ് ഇതാ ഈ ഒരു പേജ് പറയുന്നത്. മില്ലേനിയം TV എന്ന് പറയുന്ന പേജ്. ഇത് എത്രത്തോളം ശരിയാണ് എന്നൊന്നും എനിക്കറിയില്ല. എന്നൊക്കെ പറയുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒരു 1-2 വീഡിയോ കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. കടമെടുപ്പിനെ കുറിച്ചിട്ടാണ്. വേറെ ഒന്നും വിചാരിക്കരുത്. നിങ്ങളൊന്ന് ഇവിടെ ഇരിക്കണം. നോക്കൂ, പറയുന്നത് ഇദ്ദേഹമാണ്. അധികാരത്തിലേറി 2 മാസം പിന്നിടുമ്പോൾ UDF സർക്കാരിന് ഇതുവരെയുള്ള കടമെടുപ്പ് 10,000 കോടിയിലേറെ രൂപയാണ്. നിൽക്കണം. അദ്ദേഹം അവിടെ നിൽക്കണം എന്ന് പറയാൻ കാരണം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഹാഷ്മിയുടെ ഒരു ഡാൻസ്? ഓർമ്മയുണ്ടോ? മുടിയൊക്കെ കണ്ട് ഫ്രണ്ടിലേക്ക് ആക്കിക്കൊണ്ട് ആ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ UDF 100 കടന്ന സമയത്ത് ഹാഷ്മിയുടെ ഒരു ഗംഭീര ഡാൻസ് ഉണ്ടായിരുന്നു. ആ ഡാൻസ് കളിച്ചമാരൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടുന്നത്. ഇനി കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് VD സതീശൻ മേനോൻ പറഞ്ഞ ചില വാക്കുകൾ കൂടി ഇതിലൂടെ ഒന്ന് കടന്നു പോകും. ക്ഷമിക്കുക, കേൾക്കൂ. ഖജനാവിന്റെ ചോർച്ച അടച്ച് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് പൂച്ച പെറ്റിടക്കുന്ന ഖജനാവ് ഞങ്ങൾ നിറയ്ക്കും. പാടച്ചോനെ, എങ്ങനെയുണ്ട്? ചോർച്ചയാണ് പറയാം, ഗംഭീര ചോർച്ചയാണ്. പൂച്ചക്ക് പെറ്റ് കെടുക്കുകയാണ്. ആ ചോർച്ച ഞങ്ങൾ അടയ്ക്കും, സീലറിട്ടടയ്ക്കും. കേൾക്കൂ. മുതൽ ഈ മാസം 21 വരെ 5 പ്രാവശ്യം സർക്കാർ കടമെടുത്തു. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ പൊതുപണിയിൽ നിന്ന് കടമെടുപ്പിനെ രൂക്ഷമായി വിമർശിച്ച ആളാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇന്നപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോഴും കടമെടുപ്പിന് യാതൊരു കുറവുമില്ല എന്ന വിവരമാണ് നമ്മൾ പുറത്തുവിടുന്നത്. അതായത് മെയ് 18-ന് അധികാരമേറിയ സർക്കാർ 2 മാസം പിന്നിടുമ്പോൾ 10,400 കോടി രൂപയാണ് ഇതുവരെ പൊതുപണിയിൽ നിന്ന് വായ്പ എടുത്തത്. 1,800 കോടി രൂപയാണ് അന്ന് കടമെടുത്തത്. പിന്നീട് ജൂൺ 9-ന് 2,800 കോടി. അപ്പോൾ ഇതുവരെ കടമെടുത്തത് ഏകദേശം 10,400 കോടി രൂപ. സുഹൃത്തുക്കളെ, വെറും 2 മാസമേ ആയിട്ടുള്ളൂ. പിണറായി വിജയൻ ഗവൺമെന്റ് 5 വർഷം കൂടുമ്പോഴൊക്കെ ഉണ്ടായിരുന്നില്ല ചില കടമെടുപ്പിനൊക്കെ. കടമെടുക്കാം കേട്ടോ, സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാം. തങ്ങളെ വരവിനനുസരിച്ച് ഇത്ര രൂപ കടമെടുക്കാമെന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ അതും കടന്നു പോവുകയാണ്. 2 മാസം കഴിയുമ്പോഴേക്കും ഇവിടെ ഖജനാവ് ഇദ്ദേഹം പറഞ്ഞ പോലെ ചോർച്ചടയ്ക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ പണ്ടത്തെ കുട്ടികളുടെ ട്രൗസർ പോലെ ആകുമല്ലോ എന്നുള്ളതാണ് അല്ലേ. ഒരു കണ്ടം വെച്ചൊരു കോട്ടാണെന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ. ജൂൺ 23-ന് 1,800 കോടിയും ജൂലൈ 7-ന് 1,800 കോടി രൂപ കൂടി വായ്പ എടുത്തു. ഏറ്റവും ഒടുവിൽ 2,200 കോടി രൂപ കൂടി ചേർന്നപ്പോഴാണ് ആകെ 10,400 കോടി രൂപ ഈ 2 മാസക്കാലം കൊണ്ട് പൊതുപണിയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത്. ആ പൊതുപണിയിൽ നിന്ന് കടമെടുക്കുന്നതിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച VD സതീശനും അതേ വിമർശനം ആവർത്തിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അതേ വിമർശനം ക്ഷണിച്ചു വരുന്ന തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ്. ഇല്ല, ഒരാളും അദ്ദേഹത്തെ വിമർശിക്കില്ല. കാരണം അങ്ങനെ വിമർശിക്കേണ്ട എന്നുള്ളതാണ്. എന്തിനാണ് വിമർശിക്കുന്നത്? ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. വിമർശിക്കുകയാണെങ്കിൽ KS-നെ പോലെ തന്നെയാണ്, UDF-നെ പോലെ തന്നെയാണ് ഇവിടുത്തെ CPM-കാരും ലെഫ്റ്റുകളും എന്നൊക്കെ പറയേണ്ടി വരും. വേണമെങ്കിൽ പറയാം, VD സതീശൻ ബഹുമാനപ്പെട്ട VD സതീശൻ, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, താങ്കൾ ഒരു കാലഘട്ടത്തിൽ ഈ കടമെടുപ്പിനെ കുറിച്ചിട്ട് ഗംഭീരമായ വിമർശനങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇപ്പോഴെന്ത് തോന്നുന്നു എന്നൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തോടൊന്നും ചോദിക്കാമെന്ന് മാത്രം. ഇനിയും കേൾക്കണേ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ പൊതുപണിയിൽ നിന്ന് കടമെടുപ്പിനെ രൂക്ഷമായി വിമർശിച്ച ആളാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇന്നപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോഴും കടമെടുപ്പിന് യാതൊരു കുറവുമില്ല എന്ന വിവരമാണ് നമ്മൾ പുറത്തുവിടുന്നത്. അതായത് മെയ് 18-ന് അധികാരമേറിയ സുഹൃത്തുക്കളെ, മെയ് 18 അധികാരത്തിൽ കയറുന്നു. ഇതുവരെയായിട്ട് 10,400 കോടി രൂപ ഇപ്പോൾ കടമെടുത്തു കഴിഞ്ഞു. 2 മാസത്തിനിടെ 5 പ്രാവശ്യമാണ് VD സതീശൻ മേനോൻ കടമെടുത്തത്. ഇനി ഈ വരുന്ന ഡിസംബർ വരെ സംസ്ഥാനത്തിന് 23,000 അല്ലേ? അതെ, 23,000 കോടി രൂപ കൂടി കടമെടുക്കണം. അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ കടം വരുന്നത്? കടം വരും. എല്ലാ മാസവും അവസാനം സ്ത്രീകൾക്ക്
ഫ്രീ യാത്രയുടെ ഭാഗമായിട്ട് KSRTCക്ക് 90 കോടി രൂപ എങ്ങാണ്ട്, അത് 60 കോടി 90 കോടി രൂപ എങ്ങാൻ കൊടുക്കണം. ഇങ്ങനെ പിടിപ്പുകേട് കൊണ്ട്, വിവരമില്ലായ്മ കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെ കുറേ കടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അദ്ദേഹമൊക്കെ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ പറഞ്ഞ വാക്കുകൾ തന്നെ പറയാം. ഞാനും നിങ്ങളും അടയ്ക്കുന്ന ടാക്സിൻ്റെ പണം കൂടും, അവിടെ കടമെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ കടക്കാരാവുകയാണ് എന്നർത്ഥം. ഞങ്ങൾക്ക് ആൾറെഡി തന്നെ അത്യാവശ്യം കടമുണ്ട്, ഇനി ഞങ്ങളെ മുക്കിപ്പിഴിയരുത്, അപേക്ഷയാണ്. ബൈ.